കനക പ്രാവശ്യം വിചാരിച്ച പോലെ ഇല്ല കേട്ടോ, നല്ല മഴ ഉണ്ട്. മഴ പിന്നെ പെയ്യായിരിക്കൂ, അതിനു വേണ്ടി ചൂടല്ലായിരുന്നു, നിന്ന് തിരിയാൻ പറ്റാത്ത ചൂടായിരുന്നു. അപ്പൊ അതിനനുസരിച്ച് പെയ്തേ പറ്റൂ. അമ്മാവന്റെ ഷർട്ടല്ലേ തിരുവനന്തപുരം കർഷകരുടെ പരാതി കേട്ട് അതിന്റെ ന്യായമായ നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി. സ്വീകരിച്ചില്ലെങ്കിണ്ടല്ലോ ആകെ കൊടുക്കും. ബാക്കിയൊന്നും വായിച്ചാണ്. ഇതിപ്പോ എന്നെ പറഞ്ഞാണോ, ഇനി ചിങ്ങമാസാണല്ലോ. പത്രത്തിൽ എഴുതിയേക്കുന്നത്. അപ്പൊ ഈ നമ്മുടെ ഡിമാൻഡുകൾ സർക്കാർ അംഗീകരിച്ചാൽ ഞങ്ങൾ നല്ല പച്ചക്കറിയൊക്കെ നാട്ടിൽ ഇറക്കി കൊടുക്കും. അല്ലെങ്കിൽ തമിഴ്നാട്ടുകാരെ ആശ്രയിക്കേണ്ടി വരും. അതെന്റെ വരെ തമിഴ്നാട്ടുകാരെ ആണല്ലോ ആശ്രയിക്കുന്നത്. ഇനി അത് മാറണമെങ്കിൽ ഞങ്ങളുടെ അംഗീകാരങ്ങൾ നടപ്പാക്കി തരണം. നിങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കണം. അതന്നെ അതെ. ഇനിയിപ്പൊ എനിക്കാണ് ഇപ്പൊ കഷ്ടകാലം. കർക്കിട മാസല്ലേ, ഇനിയിപ്പൊ അവള് എല്ലാ അമ്പലങ്ങളും മുഴുവൻ എന്നെ കൊണ്ട് വഴിപാട് നടത്തിക്കാൻ അങ്ങനെ അല്ല. ഈ മാസം അവൾക്ക് ഇത്തിരി പ്രത്യേകത കൂടുവേ. അത് മാത്രല്ല എന്റെ ചേച്ചി, ഇനി ഇറച്ചി മീനും തിന്നാനാക്കില്ല. അവള് ഈ മരുന്ന് കഞ്ഞി കഴിപ്പിച്ച് ഞാനൊരു രോഗിയായി മാറും. കർക്കിടകത്തില് മരുന്ന് കഴിക്കണോന്നാ പറയുന്നത്. എടി അതിന്റെ തുടക്കപ്പ തന്നെ അവിടെ തുടങ്ങി. 2 ദിവസമായിട്ട് ഒരു സമാധാനം തരാണ്ട് ഞാൻ ആ വീടൊക്കെ അടിച്ച് വരി വൃത്തിയാക്കിയിട്ട് ആ വേസ്റ്റൊക്കെ എടുത്ത് കത്തിച്ച് അവൻ്റെ അടുത്ത് ചോദിച്ചു പറഞ്ഞ് വേണ്ടതൊക്കെ ചെയ്യും നമ്മുടെ വീട്ടിൽ കൂടെ. അവസാനം അങ്ങനെയാണ് വേണ്ടത്. അല്ല, ഇവിടെ ഒന്നും വൃത്തിയാക്കിയിട്ടില്ല. ഇല്ല, ഇവിടെയാണെ കൊറേ വേസ്റ്റ് കളയാനും ഉണ്ട്, കൊറേ കത്തിക്കാനും ഉണ്ട്. കളയണമെന്ന് പറഞ്ഞ വേസ്റ്റ് എന്ന് പറഞ്ഞ എന്നല്ല ഉദ്ദേശിച്ചത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ തോന്നിയാ? നമുക്കാർക്കും തോന്നിയില്ല. അച്ചാച്ചൻ അങ്ങനെ തോന്നിയെങ്കിൽ അച്ചാച്ചൻ വേസ്റ്റ് ആയതുകൊണ്ടാണ്. അധികം പറ്റാണ്ട് കൂടെ എല്ലാരും പറയുന്നുണ്ട്. ശരിക്കും ഞാൻ പറഞ്ഞു, ഇവിടെ നേരെ ആവണമെങ്കിൽ ഈ വേസ്റ്റ് കത്തിച്ച് കളയാൻ ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. ചേട്ടന്റെ കൊറേ പഴയ പിള്ളേരുടെ ഡ്രസ്സും ഒക്കെ ഉണ്ട്. അതൊക്കെ കത്തിക്കണമെന്ന് പറഞ്ഞു. പേപ്പറും മെഴുകണ്ടൊക്കെ വൃത്തിയാക്കിക്കോ. ഈ വലയെല്ലാം അടിക്കണം രാവിലെ. അല്ലാതെ അവന് വേറെ വെളിനാളിനെ കൊണ്ടുപോവാ. ഏട്ടനും കൂടെ നിക്കണം. അങ്ങനെ അച്ചാച്ചൻ്റെ അടുത്ത് മാത്രം പറയാം. അമ്മാവനുണ്ട്, എല്ലാരും. ഞാനോ? എന്റെ അമ്മാവനെന്ത് കുഴപ്പം? മേൽനോട്ടം. അല്ല, അതൊക്കെറിയാം. അമ്മാമന്റെ തലയിൽ തന്നെ ആവുമല്ലോ. നീ അങ്ങനെ വിചാരിക്കരുത്. നിന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതില്ല, നീയാണ് ഇവിടുത്തെ കാരണവര്. നീ ഒന്ന് പറഞ്ഞു ചെയ്യിപ്പിക്കണം. പാർട്ടി ഓഫീസിൽ നിന്ന് കൊണ്ടുവന്ന് വെച്ച ക്ലേറ്റോ കൊണ്ടെന്ന് വെച്ചൊരു വലിയ മുളല്ലേ അവിടെ, ഒരു പൊള്ള മുള, അങ്ങനെ കൊടി കെട്ടണം. അതെടുത്തിട്ട് അതിലൊരു ചൂല് വെച്ച് കെട്ട്. എല്ലായിടത്തും മാറാല് തട്ടിക്കളയാം. അമ്മാവ ഈ മാസമൊക്കെ അല്ലേ അമ്മാവ പഴയ സാധനങ്ങളൊക്കെ മാറ്റിയിട്ട് നമ്മള് പുതിയ സാധനമൊക്കെ വാങ്ങിക്കുന്നത്? അതെന്താ അറിയോ, ഈ മാസത്തിൽ നല്ല ഓഫർ കിട്ടും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആ ഫ്രിഡ്ജ് ഒന്ന് കൊടുക്കേട്ടാ. അത് പോരാ, എന്തൊരു ഉടങ്ങൽ. ഇത് തണുപ്പ് പോലും ആവൂല്ലെന്ന്. നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യാം. അത് കൊടുത്തിട്ട് വേറൊരെണ്ണം വാങ്ങിക്കാം. അത് കൊടുത്താ ഒന്നും കിട്ടാൻ പോണില്ല. 1000 രൂപ കിട്ടൂല. അത് മറ്റേ EMI ഇട്ടാ പോരെ അമ്മാവ? മാസം ചെറിയ എമൗണ്ട് കൊടുത്താൽ മതി ചേട്ടാ. അങ്ങനെയാണ് ഒരു കാര്യം ചെയ്യും, ഈ TV മാറ്റിയിട്ടൊരു TV. കാരണം ഇതൊക്കെ കാലം മാറി. ഇതൊക്കെ പഴയ പണ്ടത്തെ കാലത്തിലുള്ള. ഇത് മാറ്റിയിട്ട് ചോരി വെക്കുന്ന ഒരു അമ്മ, ഈ TV ആകുമ്പോ റിപ്പയർ ചെയ്യാൻ പറ്റും. മറ്റേ LED LCD ഒക്കെ എന്ന് പറഞ്ഞാലുണ്ടല്ലോ, പെട്ടെന്ന് കേടായി പോവുകയും ചെയ്യും, പിന്നെ ശരിയാക്കാനും പറ്റൂല. കേട് വന്ന വേറെ വാങ്ങിക്കാം. വലുതില്ലേ LED പോലെ. ഞാൻ മറ്റേ ഞാൻ എന്റെ വീടിന്റെ അവിടെ ജനാർദ്ദന്റെ വീട്ടിലൊക്കെ കണ്ടു സിനിമ കാണുമ്പോൾ പിന്നെ പ്രൊജക്ടർ വെച്ച സിനിമ അടിപ്പിച്ചാ പോരാ നമുക്ക്. ഞാൻ മാർക്കേ കാര്യം ചെയ്യാം, ഒരു ഫ്രിഡ്ജും TVയും ഈ ആടി തള്ളുപടിക്ക് മേടിക്കും. സാധനങ്ങൾ അത്രയും ഇതെല്ലാം കൊണ്ട് കളയണം. രണ്ടും. ഇപ്പൊ ഞാൻ എത്രയിലാണ് ഇരിക്കണേ? 60-ല്. 61 എന്താ നോക്കിയേ? കോണി. ഞാൻ കോണി കയറും. ഒന്ന് വീണാ ഞാൻ കോണി കയറും. ദൈവമേ, അയ്യോ, ഒന്ന് വീഴണ്ടേ ദൈവമേ, ഒന്ന് വീഴണ്ടേ ദൈവമേ, ഒന്ന് വീഴണ്ടേ ദൈവമേ, ഒന്ന് വീഴണ്ടേ, ഒന്ന് വീഴണ്ടേ. ഇത് പറ്റൂല, കറക്കിടണം. കൊണ്ടാ. പാമ്പ് കൊണിനികൾ ഇതെന്നെ മാമന്റെ കൂടെ കളിച്ചോണ്ടിരുന്നോ? ഈ പ്രായത്തിൽ നല്ലതാ. എന്തേ ജീവിതത്തിനെ ഇതേപോലെ കളി പോലെ കാണുന്നത്, അതാ കുഴപ്പം. മേലിലെ ഭയങ്കര പ്ലാനിങ്ങൾ നടക്കുന്നു. അല്ല അറിഞ്ഞ എന്ത് പ്ലാനിങ്? ലില്ലിപ്പെണ്ണ് ഓണം അടുപ്പിച്ചപ്പോ എന്തോ ആടി സെയിലോ ആടി തങ്ങാണ്ട് വരുമല്ലോ, ഓഫറോ. ഫ്രിഡ്ജ് TV ഒക്കെ എക്സ്ചേഞ്ച് ചെയ്യാൻ പോവാ. അവിടെ ഫ്രിഡ്ജ് ഉണ്ടല്ലോ. അത് കേടായത്. അതിന് മേളി ഐസ് കട്ട പെട്ടെന്ന് ആവുന്നൊന്നും തണുപ്പ് പഴയതുപോലെ ഇരിക്കുന്നില്ലെന്ന് അത് കൊടുത്തിട്ട് ഓണമായിട്ട് എക്സ്ചേഞ്ച് ചെയ്ത ഭയങ്കര ഓഫർ വരുമല്ലോ. അപ്പം അമ്മാവൻ പറഞ്ഞതുപോലെ ആ വീങ്ങിയ TV കൊടുത്തിട്ട് മറ്റേ ഇത് മേടിക്കാൻ, പ്ലാസ്മ LED. മച്ചമ്മി നോക്കാന്നൊക്കെ പറയുന്നു. അവനത് സമ്മതിക്കൊന്നുമില്ല. സമ്മതിക്കാതിരിക്കാൻ കാര്യം എന്ത്? അവന്റെ പൈസ ഇല്ല. അതിനിപ്പോ താനം മേടിക്കണ പൈസ എന്തിനാ?
കുറച്ച് പൈസ കൊടുത്താൽ EMI ഇട്ട് സാധനം എടുത്തുകൂടെ? പുള്ളി സർക്കാർ ജോലിക്കാരനല്ലേ, കാർഡ് കാണിക്കുമ്പോൾ തന്നെ അന്നേരം TV ഫ്രിഡ്ജോ വീട്ടിൽ കൊണ്ട് കൊടുക്കും. എന്ത് വേണമെങ്കിലും. അമ്മ കളി നിന്റെ കളിയാണോ ഫ്രിഡ്ജാണോ വലുത്? എന്നാ കൊണ്ടുപോയിക്കേ, പിന്നെ കളിക്കാം. ഓ കളിച്ചിട്ട് നിർത്താം. കളിച്ചിട്ടൊന്നും നിർത്തണ്ട, നീ കൊണ്ടുവച്ചേ. ഇല്ലെങ്കിൽ അതൊന്ന് ഞാൻ അടുപ്പിലിട്ട് കത്തിക്കും ഞാൻ. ഓ കൊണ്ടുപോയിട്ട് രാത്രി റൊണാൾഡോകളുടെ റൂമിലോട്ട് നമുക്ക് അവിടെ നിന്ന് കളിക്കാം. കളിക്കോ? ഓ അപ്പൊ അത് അടക്കണ്ട, അത് ഇങ്ങനെ വെച്ചോ. അങ്ങനെ അങ്ങ് കൊണ്ടുപോ. അതിനിപ്പോ നിങ്ങളെ വിഷമിക്കേണ്ട കാര്യമില്ല. എനിക്കെന്തിനാ വിഷമം? എന്റെ മുഖം അങ്ങ് വാടിയതോ താമര പോലെ താന്ന് പോയല്ലേ. എന്തിന് അവര് ഫ്രിഡ്ജ് മേടിച്ച നല്ല ഒന്നാന്തരം ഫ്രിഡ്ജ് ദേ ഈ അടുക്കളയിൽ ഇരിക്കുന്നു. ഏത് അപ്പം കൊടുത്താറ് കളയാൻ കൊടുത്തതാണ് ഈ പല ഫ്രിഡ്ജ്. പോട്ടെ, ഫ്രിഡ്ജ് ഉണ്ട്. ഈ വീട്ടിൽ ഒരു TV ഉണ്ടോ? ഉണ്ടോ? TV കാണുന്നത് കണ്ണിന് കേടാ, അതുകൊണ്ട് TV കാണുന്നില്ല. ശരി ശരി, പോട്ടെ. ഒരുപാട് തുണികൾ അലക്കുന്ന ഒരു വാഷിംഗ് മെഷീൻ ഉണ്ട്. വാഷിംഗ് മെഷീൻ അവർക്കും ഇല്ലല്ലോ. ആരുമ്പോ മേടിച്ചെങ്കിലോ? കാര്യഗൗരവമായ ഒരു പർച്ചേസ് ആണ് ഉദ്ദേശിക്കുന്നതെങ്കിലോ? ഇല്ലേ വന്ന് ആ വേസ്റ്റ് ഒക്കെ കൊടുത്ത് ചാക്കിലൊക്കെ കൊണ്ട കത്തിക്കേണ്ടത്. അമ്മയോട് ഞാൻ പറഞ്ഞതാണ് ഇങ്ങനെ ഒരു തോർത്ത് കെട്ട്. ഇത് തരട്ടെ? ഇത് വേണം. അപ്പൊ ഈ ചുമയും ശ്വാസമുട്ടാണെങ്കിൽ പിന്നെ എന്തിനാ പണിയെടുക്കണേ? പോയിരുന്നോ? അല്ലെങ്കിൽ ഇജ്ജ് വീട്ടിൽ ഒരു പണി എടുക്കാൻ പറ്റില്ലെന്നേ. ആ ക്ലേറ്റവും റൊണാൾഡോയും കനകനൊക്കെ ഉണ്ടാവും കരുതിയിട്ടാ ഞാൻ ഇവിടെ നിന്ന് നിൽക്കാന്ന് പറഞ്ഞു. ഞാനിവിടെ വന്നപ്പോ എല്ലാം എന്റെ തലയിൽ വെച്ചിട്ട് അവരങ്ങോട്ട് മുങ്ങി. അല്ല ആ റൊണാൾഡോ എവിടെ? അവനെ ഇങ്ങോട്ടൊന്നും കണ്ടതേ ഇല്ലല്ലേ. അവനെങ്ങനെ വരിക? അവനൊരു കാരണം കിട്ടായിരിക്കല്ലേ. ഇന്നലെ നമ്മൾ ഇരുന്നപ്പോ പറഞ്ഞില്ലേ മറ്റേ എന്താ വേസ്റ്റ് ഒക്കെ കത്തിച്ചു കളയാൻ. അപ്പൊ അവൻ വേസ്റ്റ് ആണ്, അവനെ കത്തിക്കണെന്നൊരു കാരണം പറഞ്ഞാ പോയില്ലേ. ക്ലീറ്റോന്റെ അലിയൻ ഒരു കാരണം കിട്ടായിരിക്കണം അവൻ. അതിന് റൊണാൾഡോ അച്ചാച്ചൻ എന്തിനാ വിളിക്കണത്? അത് പാവ ഇവിടെ നിക്കണെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ ജോലിയും ചെയ്യണം. ആവശ്യത്തിൽ കൂടുതൽ ജോലി അവിടെ ചേച്ചി ചെയ്യിപ്പിക്കണുണ്ട്. നമ്മുടെ കുളിസ് അങ്ങനെയാണെങ്കിൽ എന്റെ പോലീസുകാരനോ അവൻ എന്താ ഇവിടെ അത് പറ ഏട്ടനവിടെ പോയി വലിയ പോലീസുകാരനെ അത്ര ഇന്നലെ പറഞ്ഞല്ലേ അവൻ കൂടക്കാന്ന്. അവിടുന്ന് വിളി വന്നോണ്ടാ അവൻ അങ്ങോട്ട് പോകും. ഇത്രയും നേരം നമ്മുടെ കൂടെ ഇവിടെ നിന്ന് പണിയെടുത്തവനല്ലേ. പിന്നെ അവനെ വിളിച്ചാ പോവാതിരിക്കാനൊക്കെ. അവൻ ഗവൺമെന്റ് ഉദ്യോഗസ്ഥനല്ലേ, അവന് ജോലി പോകത്തില്ലേ. അങ്ങനെ ന്യായീകരിക്കണ്ട. അമ്മാവ എനിക്ക് നല്ല സംശയമുണ്ട്, ഏട്ടൻ അവിടെ നിന്ന് ആരെയും കൊണ്ട് വിളിപ്പിച്ചതാ. അല്ലാതെ അല്ലെങ്കിൽ അവൻ ഇങ്ങനത്തെ ദിവസങ്ങളിൽ ലീവേ കിട്ടില്ല. അല്ലാത്ത ദിവസം എപ്പോ വേണേ ലീവ് കിട്ടും. പോലീസ് സ്റ്റേഷൻ അടിച്ചു വരി വൃത്തിയാക്കി ഉണ്ടാവും ചിലപ്പോ. വീട്ടിലെ എപ്പോഴും മകനെ സപ്പോർട്ട് ചെയ്യൂല്ലോ. ക്ലീറ്റോനെ പറഞ്ഞപ്പോ മിണ്ടിയില്ല. മകനെ പറഞ്ഞപ്പോ ന്യായീകരണം. എന്തെങ്കിലും നിങ്ങൾ പറയും, ഞാൻ ഇനിയിപ്പോ എന്തോ ചെയ്യാനാ. പണിയൊന്നും എടുക്കണ്ട. ഇത്തിരി കട്ടൻ ചായയെങ്കിലും വെക്കോ? പറ്റുമോ? ചായയൊക്കെ ഇട്ട് തരാം. കഴിഞ്ഞോ? ഇനി അവിടെ കുറച്ച് ആ മറ്റേ ചേച്ചിയുടെ കട്ടിലിന്റെ അടിയിൽ കുറെ പേപ്പർ കിടക്കുന്നുണ്ട്. നിന്റെ റൂമിലെ കട്ടിലിന്റെ അടിയിലിട്ട് അതൊക്കെ എടുക്ക്. എന്നിട്ട് വേണം നില തുടച്ച് വൃത്തിയാക്കാൻ. ഏത് നേരത്തേക്ക് ഇങ്ങോട്ട് വരാൻ തോന്നിയാണ് ഞാൻ പിന്നാപ്പുറമൊക്കെ കിടക്കുക. ഇത് വേണ്ടാണോ നോക്കിയ അമ്മാവ? എന്തിനാ അതൊക്കെ നോക്കണം? കട്ടിലിന്റെ അടിയിൽ കടന്നല്ലേ. അല്ല ആവശ്യമുള്ളതൊക്കെ വേറെ പണികളുണ്ട് അവിടെ. അല്ല ആവശ്യമുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലോ? ഇനിയിപ്പൊ അതൊക്കെ നോക്കിക്ക. വേറെ 100 പണിയുള്ളത് അവിടെ. ഇടയ്ക്ക് ശ്രദ്ധിക്കണം കേട്ടോ, അല്ല കത്തി പിടിക്കണ്ടോ ശ്രദ്ധിക്കണം. അതുകൂടി ഇട്ടോ, ആ തുണി കൂടി. അമ്മ ആ കമ്പെടുത്തൊന്ന് ഇളക്കി. ആ അത് തന്നെ. അതൊക്കെ ഒക്കെ എടുത്തിട്ട് കൂട്ടിയിട്ട് ഇനി അവിടെ കത്തിക്കാൻ എന്തായാലും ഇരിക്കണ്ടോ? ഉണ്ടെന്ന് തോന്നി, എടുത്തോണ്ട് വരട്ടെ. എല്ലാം പോയി എടുത്തിട്ട് വാ, ബാക്കിയൊക്കെ എടുത്തിട്ട് വാ. ആ വേനലിൽ 4 മഴ പെയ്തിട്ടേ ആ വാഴയൊക്കെ നശില്ലെങ്കിൽ ഇപ്പൊ ഓണത്തിന് എത്ര കൊല ചാരാർന്നില്ലേ. അമ്മാതിരി കാറ്റല്ലേ ഉണ്ടായത്. ഇനി എങ്ങനെ വീഴാതിരിക്കും? എന്നാലും ആ ഗ്യാപ്പില് ബുദ്ധി ഉപയോഗിച്ച് പൂ നട്ടല്ലോ. അങ്ങനെ ഒരു ബുദ്ധി അമ്മാവൻ കാണിച്ചു. അതാ പിള്ളേരൊക്കെ പറഞ്ഞപ്പോ എന്നാ പിന്നെ സ്ഥലം വെറുതെ കിടക്കല്ലേ എന്ന് കരുതിയിട്ട് പൂവ് നട്ടതാ. അപ്പൊ ഓണത്തിന് നല്ല പൈസ കിട്ടത്തില്ലേ? ഏടി അതൊക്കെ വെറുതെ. തമിഴ്നാട്ടിൽ നിന്ന് പൂവ് വരുമ്പോ കണ്ടമാനം കാശ് കൊടുത്ത് എല്ലാവരും മേടിക്കും. നമ്മുടെ തോട്ടത്തിലെ കേരളത്തിലെ പൂവുണ്ടായി അത് വെറുതെ തരുമോ ചോദിച്ചു നടക്കും.
നമ്മുടെ നാട്ടിലൊന്നും ജീവിക്കാൻ സമ്മതിക്കില്ലെന്ന്. പിന്നെ ചെക്കന്മാര് നിർബന്ധിച്ചപ്പോ അങ്ങോട്ട് നിക്കണേന് മുന്നേ നമുക്ക് കുറച്ച് കൊണ്ടുവരണം കേട്ടാ. വേണ്ടത് അവിടുന്ന് എടുക്കാലോ. ചീരയും പൂവൊക്കെ ഇവിടെ പോലെ എന്താ വേണ്ടി. ചീര എങ്ങനെയുണ്ട്? ചീര ഓണത്തിന് ചീര ചീര കുഴപ്പമില്ല, ചീര കുഴപ്പമില്ല. വാഴയാണ് എല്ലാം പോയത്. വാഴ പോയി, അതാ സങ്കടമായത്. ഇത് ഊന്ന് കൊടുക്കാത്ത എന്തായിരുന്നടാ? അതന്നെ. ഏത് ഇപ്പൊ ഈ സമയത്ത് ഓർക്കാപ്പുറത്ത് ഇങ്ങനെ ഒരു കാറ്റും മഴയും വരും നമ്മൾ കരുതിയില്ലല്ലോ. അതല്ലേ പ്രശ്നമായത്. ഈ പ്രാവശ്യമാണ് കൊടുക്കത്ത മഴ. ഇനി ഉരുളുപൊട്ടലും പ്രളയമൊക്കെ ഉണ്ടാവാൻ ഞാൻ മതിയായിരുന്നു ഭഗവാന്. ഉരുൾപൊട്ടലൊന്നും ഉണ്ടാകത്തില്ല. അമ്മായി വിളിച്ചത് പറഞ്ഞ് മറ്റന്നാൾ അമ്പലത്തിൽ പോകാൻ വരുന്നുണ്ടെന്ന്. ഇനി വഴിപാടിന്റെ കാര്യം ഓർമ്മിപ്പിക്കല്ലേ നീ. എന്തോ പറയാനാ ഞാൻ. വഴിപാടൊക്കെ നടന്നാൽ ശരിയാകത്തില്ല. ഏട്ടാ എന്തേ എന്താ എന്താടാ? LICയുടെ ഡോക്യുമെന്റ് ഫയൽ അടച്ചിരുന്നല്ലേ, അത് കാണുന്നില്ലല്ലോ. എന്ത്? LICയുടെ ബോണ്ട് പേപ്പറില്ലേ, ആ. അതെവിടെ? എനിക്കെങ്ങനെ അറിയാം? നിനക്കെങ്ങനെ? അന്ന് ഞാൻ കൊണ്ടുവരുന്ന സമയത്ത് നിന്റെ കയ്യിലൊരു ഫയലാക്കി തന്നെയല്ലേ? എന്ന് എന്നാ ഓർത്ത് നോക്കി രണ്ടുപേരും. എന്നാന്ന്? അലമാരിക്ക് സാധനം എന്ത് ചെയ്ത്? അല്ല നീയാണോ വെച്ചേ? ഞാൻ വന്നിട്ട് എവിടെ കയ്യിലാണ് കൊടുത്തത്? ഊണ് കഴിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു ഇത് കൊണ്ട് കൃത്യമായിട്ട് അലമാര കൊണ്ട് വെക്കാൻ പറഞ്ഞു. അലമാര നോക്കിയിട്ട് കാണാനില്ല. പണ്ട് കൊണ്ട് തന്നല്ലേ? ഓ, ഏട്ടന് മുമ്പിൽ വെച്ചല്ലേ ഞാൻ അലമാരിലോട്ട് വെച്ചത്. ആ അന്നെങ്കിൽ അവിടെ തന്നെ കാണുന്നില്ല. അവിടെ എനിക്കെങ്ങനെ അറിയാം? അവിടെ പോയി നോക്കേട്ടെ. അവിടെ എത്ര നേരം നോക്കിക്കൊണ്ടിരിക്കുന്നേ? പൊന്നും മോനെ ബഹളം വയ്ക്കാതെ നീ സാവകാശം അവിടെയൊക്കെ നോക്കാം. അവിടെ നോക്കാവരിടവില്ലെന്ന് എനിക്ക് അറിയത്തില്ല ഏട്ടാ. അതൊക്കെ ഞാൻ എവിടെ കൊണ്ട് കളയാനാണ്? ഏട്ടാ സത്യമായിട്ടും എനിക്ക് അറിയാൻ പാടില്ല. അവിടെ തന്നെ ഉണ്ടാവും. നിനക്കെല്ലാം വേറെ ആർക്കും ഞാൻ നീ അല്ലാതെ വേറെ അലമാര ഞാനും കൂടെ വന്നൊന്ന് നോക്കിയാ പോരെ? ചൂടാതെ കത്തിച്ച കൂട്ടത്തിൽ നീ പെണ്ണേ ഇന്നലെ ചെലന്തി വലയൊക്കെ അടിച്ചു കൊണ്ടുപോയി കത്തിച്ച കൂട്ടത്തിൽ അതങ്ങാനും പോയി കാണൂ. എനിക്കുണ്ടെന്നുള്ളത് കാണാല്ലോ. ഇതൊക്കെ തന്നിട്ട് എത്ര പ്രാവശ്യം നോക്കി. ഇതാണ് ഔട്ടിയെ. ഏത്? ഇതാ നോക്കിയാ, ഇതാണ് ഇതിലെടുത്ത് വെച്ചിട്ട് അടുത്തല്ലേ? അതൊന്നും അല്ല. അതുമല്ല. പിന്നെ നീ ഇത് എവിടെ കൊണ്ട് അവിടെ എല്ലാം തെരഞ്ഞപ്പോ? അമ്മാവനാണ് കേട്ടാ. ഞാനെന്താ കാട്ടി? എന്ത് അമ്മാവനല്ലേ കത്തിച്ചതെല്ലാം കൂടിയിട്ട്? എന്റെ കയ്യിലിരുന്ന പേപ്പർ ആരാ പിടിച്ചു വലിച്ച് വാങ്ങിച്ചത്? പിന്നെ ആരാ വാങ്ങിച്ചത്? നീയല്ലേ എല്ലാം കൊടുത്തിട്ട് കത്തിച്ച്. ഞാനെങ്ങനെ കത്തിക്കണം? അമ്മാവാ. ഞാൻ ഓരോരോ പേപ്പർ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോ അമ്മാവനല്ലേ പറഞ്ഞത് ഇനി ഒന്നും അങ്ങോട്ട് കൊണ്ടുപോകണ്ട, ഇവിടെ എല്ലാം കത്തിക്കാന്ന്. ലില്ലിയ, നീ എന്നോട് ഞാൻ എന്താ പറഞ്ഞേ? ആവശ്യമില്ലാത്ത പേപ്പറൊക്കെ ഒരു ചാക്കിലാക്കി കൊണ്ട് നമുക്ക് കത്തിക്കാന്നല്ലേ പറഞ്ഞേ? അപ്പൊ ആവശ്യമില്ലാത്ത സാധനം കത്തിക്കാൻ അത് ഞാൻ അവിടെ വന്നിട്ട് ഇനി അതിന്റെ അകത്ത് എന്തെങ്കിലും ഉണ്ടോ നോക്കാനാണ് ഞാൻ നോക്കിക്കൊണ്ടിരുന്നത്. ആവശ്യമുള്ള എന്തിനാ അങ്ങോട്ട് കൊണ്ടിരുന്നേ? അതെ, ഒരു കാര്യം ഞാൻ പറയാ, നീ കത്തിച്ചിട്ട് എന്നെ പറയരുതിട്ടോ. നിന്റെ വീട്, നിന്റെ വീട്ടിലുള്ള വേസ്റ്റുകൾ നീ കത്തിച്ചു. ഞാൻ വന്ന് ഇങ്ങനെ മേൽനോട്ടം നിന്നു, അത്രേ ഉള്ളൂ. അമ്മാവൻ അവിടെ ഒന്ന് ഏട്ടനോട് പറഞ്ഞേ. എന്ത് ഞാൻ കത്തിച്ചു എന്നോ? അമ്മാവന് കൂടെ ഉണ്ടായിരുന്നെന്ന് പറ കത്തിക്കാനായിട്ട്. ഞാൻ നേരാക്കണ്ടായിരുന്നു, പക്ഷെ ഞാൻ കത്തിച്ചിട്ടില്ലല്ലോ. പിന്നെ എന്തിനാ ഞാൻ പറയണത്? നീ ചെന്ന് പറഞ്ഞോ, നീയാണ് എല്ലായിടത്തും കത്തിച്ച് അതിൽ അറിയാണ്ട് പെട്ടിട്ടുണ്ടാവും പറഞ്ഞോ. അന്നേ വായന്റെ കൂടെ വാ പറയാൻ. എന്തിനേ? അമ്മോ, അമ്മാവനുണ്ടെങ്കിൽ എന്നെ വഴക്ക് പറയാൻ എന്റെ ശക്തി കുറയും. വാ. കത്തിച്ചത് ഞാനല്ലേ? കത്തിച്ചത് അമ്മാവനല്ല, ഞാനാ കത്തിച്ചത്. സത്യം അതല്ല കേട്ടോ. പക്ഷെ അതെ, നീ കത്തിച്ചു, ഞാൻ അവിടെ ഉണ്ടായിരുന്നു. പിന്നെ എന്തെങ്കിലും നിന്നെ ചീത്ത പറയുകയാണെങ്കിൽ ഞാൻ വേണമെങ്കിൽ തടയാം, അത്രേ ഉള്ളൂ. കത്തിച്ചത് നീയാണ്. ഞാനാണ്. വന്ന് പറഞ്ഞാ മതി. വാ. ഞാൻ വരണം? വാ അമ്മാവാ. ഞാൻ നോക്കി, ഇത് കിട്ടൂല. അത് പോയി. നല്ലപോലെ ഒന്നുകൂടെ ഞാനൊന്ന് പോയിന്നു. അമ്മ നോക്കി കണ്ണാണ്. അമ്മ എന്ത് നോക്കാനാ? ഇപ്പൊ എന്തോ ചെയ്യും മക്കളെ? അതിന്റെ ഡ്യൂപ്ലിക്കേറ്റ് കിട്ടുവാടാ? എനിക്ക് അറിഞ്ഞൂടാ. ഇനി ആരെങ്കിലും വിളിച്ച് ചോദിച്ചാലേ അറിയാൻ പറ്റുള്ളൂ. എന്തായാലും മെനക്കേടാണ്. ഒരാഴ്ച ലീവ് എടുത്ത് എന്റെ പുറകെ കിടക്കണേ. വല്ല കാര്യമുണ്ടോ? വീട്ടിനകത്തിട്ട് താനല്ലേ?
കനക ഒരു തെറ്റ് പറ്റി. ഏട്ടാ അമ്മാവനൊരു തെറ്റ് പറ്റി. അമ്മാവനെ എടുത്ത് കത്തിച്ചത് സത്യം. അകത്തിപ്പ എന്നോട് എല്ലാം സമ്മതിച്ച് അല്ലേ ഇപ്പം. അതെ അമ്മാവന് ഏട്ടനോട് പറയാൻ പേടിയാണെന്ന് എന്നെ വിളിച്ചോണ്ട് വന്നതാ. അമ്മാവൻ ഞാൻ അമ്മാവൻ എന്ത് ദ്രോഹമാണ് ചെയ്തത്? ഈ വീട്ടിനകത്തിരുന്ന സാധനം എടുത്തോണ്ട് കത്തിക്കേണ്ട വല്ല കാര്യം അമ്മാവൻ കത്തിച്ച് ചേച്ചി. അമ്മാവൻ പറഞ്ഞ അവള് കത്തിച്ചെന്ന്, അവള് പറഞ്ഞ അമ്മാവൻ കത്തിച്ചെന്ന്. എന്തായാലും കത്തി സമാനായല്ലോ. ഇത് ആർക്കും വേണ്ടി അടി? ഞാൻ നാളെ ചത്തുവായി നിനക്ക പിടിച്ചവൻ അവൻ ഇത്രയും കിടന്ന് അധ്വാനിക്കണേന് ഒരു വിലയും നിങ്ങൾ കാണിക്കണില്ല. ഇത് ആർക്ക് വേണ്ടിയാണ്? ഏട്ടാ എന്റെ ഇരുന്ന പേപ്പർ എല്ലാം കൂടെ പിടിച്ച് വലിച്ചിട്ട് കത്തിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അമ്മാവനാണ് കത്തിച്ചത്. അല്ല അങ്ങനെ ആവശ്യമുള്ള പേപ്പറാന്ന് നിനക്ക് അറിയാമായിരുന്നെങ്കിൽ അത് കൊടുക്കേണ്ട നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ചേച്ചി. അപ്പൊ പിന്നെ ഇതെല്ലാം കൂടെ ഇനി അങ്ങോട്ട് കൊണ്ടുപോകണ്ടെന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ തന്നെ അമ്മാവന് കാര്യബോധമുള്ള ആളല്ലേ? എന്തെല്ലാം ഓഫീസിൽ കയറിയുള്ള ആളാണ്. അങ്ങനെ ബോണ്ട് കണ്ട അറിഞ്ഞൂടെ? നീ ഒരു കാര്യം മനസ്സിലാക്കണം. നീ ഇവർക്കൊക്കെ സൗകര്യങ്ങൾ കൂടുതൽ കൊടുത്തുപോയി. ഇപ്പൊ എന്താ ഇപ്പൊ വേറെ മതിമറന്ന് നടക്കാണ്. തീയൊന്നും അല്ല പ്രശ്നം, കത്തിക്കലും അല്ല പ്രശ്നം. ഫ്രിഡ്ജ്, TV, വാഷിംഗ് മെഷീൻ. നീ ഒരു കാര്യം ചെയ്യ്, കുറെ കൂടി ഇവക്ക് അങ്ങ് മേടിച്ചു കൊടുക്ക്. ചേച്ചി അവസരം മുതലെടുക്കരുതേ. ചെല്ലി പോ. ഇതെന്താ അവസരം മുതലെടുക്കുന്നത്? നീ എന്റെ വീട്ടിലൊന്ന് വന്ന് നോക്കിയേ. പണ്ടത്തെ 10 കൊല്ലം മുമ്പുള്ള ഇലക്ട്രിസിറ്റി ബില്ല് പോലും ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. വേസ്റ്റ് കൂമ്പാരമാണ് ആ വീട്. അത് ആ വീട് ഉൾപ്പെടെ കത്തിക്കേണ്ട സമയം കഴിഞ്ഞു. അതുകൊണ്ടാ എല്ലാവർക്കും സമാധാനം പോയി. ഒരു കാര്യമില്ല. ഇനിയെങ്കിലും ഇത് നിനക്കൊരു പാടായിരിക്കണം. വല്ല ആധാരം വല്ല അവളുടെ കയ്യിൽ സൂക്ഷിക്കാൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതെങ്കിലും മേടിച്ചു പിടിക്കും. അല്ലെങ്കിൽ അതും വിറ്റ് അവള് വല്ല TV, ഫ്രിഡ്ജൊക്കെ മേടിക്കും. എന്റെ ഈശ്വര, പിന്നെ ഒളിച്ചോടിയിട്ടൊന്നും ഒരു കാര്യമില്ല. നീ എന്ത് ചെയ്യും? അമ്മാവന് മിണ്ടരുത്. അമ്മാവൻ കണക്കാ. ഒരാൾ എത്ര നാളത്തെ അധ്വാനാണത്. അങ്ങനെ അവള് കത്തി ഞാനല്ല. ഞാനതാ പറഞ്ഞത്. അമ്മാവന് കാര്യബോധമുള്ള ആളാണ്. എല്ലാ കണ്ടമാനം ഓഫീസിൽ കയറുന്ന ആളല്ലേ? അപ്പൊ ഒരു ഡോക്യുമെന്റ് അറിഞ്ഞൂടെ? എടാ അമ്മാവൻ നോക്കുമ്പോ എന്താ മണ്ണില് 4 കില കളച്ചിട്ടുണ്ടെങ്കിൽ അമ്മാവൻ ഇത് വരും. നീ ഉറക്കോളച്ച് നിക്കണതാണോ? അത് അതിന്ന് ഉണ്ടാക്കിയ എന്റെ ദൈവമേ, ചങ്കിലാദ്യമായിട്ട് പാടില്ല. ചേച്ചി നിങ്ങളെല്ലാവരും പറഞ്ഞിട്ട് ഞാനത് കത്തിച്ചു എന്നല്ലേ? സംക്രാന്തിയായിട്ട് തറവാട്ടിലെല്ലാം വൃത്തിയാക്കണ ഒരു നല്ല കാര്യത്തിന് കൂടിയാണ് എനിക്കിത് കിട്ടണം. ഞാൻ പോവാ. നീ അവിടെ ഇരിക്കേ. ഇതിനൊരു പരിഹാരം ഉണ്ടാക്കിയിട്ട് പോയാ മതി. കിട്ടി. ചേച്ചി ആധാരത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഓർത്തത്. ആധാരത്തിന്റെ അകത്ത് വെച്ചിരിക്കുവായിരുന്നു. ഏട്ടനാട്ടോ തെറ്റിപ്പോയത്. ഏട്ടൻ അന്ന് എന്റെ കൊണ്ടുപോകാൻ തന്നില്ലേ? അപ്പൊ നമ്മൾ രണ്ടുപേരും കൂടെ അലമാരിയിലല്ല കൊണ്ടുവച്ചത്. ആധാരം ഇരിക്കുന്ന സൂട്ട് കേസ് ഇല്ലേ, അതിന്റെ അകത്താ വെച്ചത്. കിട്ടിയ അമ്മാവാ. അപ്പൊ ഞാൻ കത്തിച്ചതോ? അത് പിന്നെ മാസം വരുന്ന സ്ലിപ്പ് ഇല്ലേ, അതാ കത്തിച്ചത്. അത് വേണ്ടല്ലോ. അത് വേണ്ടല്ലേ? അത് ഫോണിൽ വരത്തില്ലേ? വേണ്ടത് കത്തിച്ചില്ല, അതാ കത്തിച്ചില്ല. നീ എന്നെ സൂക്ഷിച്ചത് കിട്ടിട്ടാ. കിട്ടി. ഏട്ടാ ഫ്രിഡ്ജ് വാങ്ങിക്കാൻ പോണ്ടേ? ഒരു LED TV വാങ്ങിക്കണം. പിന്നെ വാഷിംഗ് മെഷീൻ മേടിക്കണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നില്ല. പക്ഷെ കുറച്ച് മുമ്പ് വരെ അങ്ങനെ ഒരു പ്ലാൻ കൂടെ ആയി. ഒരു വാഷിംഗ് മെഷീൻ കൂടെ വാങ്ങിക്കാം. ചേച്ചി എന്നാ ചെല്ല്. TV വേണോ? അല്ല ഈ പഴയ TV വേണോ എടുത്തോ. ഞങ്ങള് പുതിയ TV വാങ്ങിക്കുക. പോയില്ലായിരുന്നു. പോവാ. Audience